നമ്മൾ ചൈനീസായിട്ട് ഡീൽ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് അവരുടെ അടുത്തുണ്ട്, ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് 1962. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഗ്രൗണ്ടിലും ഇല്ല, മാപ്പിലും ഇല്ല. മാപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇവിടം വരെയാണോ അവിടം വരെ ഞാൻ പോകും, അവർ വിചാരിക്കുന്ന ഇവിടം വരെ അവിടെ വരെ വരും. ആ തർക്കം ചില സമയത്ത് ഉന്തും തള്ളാവും. ഉന്തും തള്ളും ചിലപ്പം ലാठी വെച്ച് അടിയാവും, കല്ലേറാവും, പിന്നെ വലിയ രീതിയിലുള്ള വയലൻസ് ആവും. കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിക്കും, പക്ഷേ കൈ പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരിച്ചടിക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അവിടെ. ഇപ്പോൾ നാളെ അവർ ഒരു ടെൻറ്റ് വയ്ക്കും, മറ്റന്നാൾ അത് 2 ടെൻറ്റാവും, മൂന്നാമത്തെ അത് പോസ്റ്റ് ആവും, അതായത് നമ്മൾ അവരുടെ ഏരിയ ആവും. അതിനാണ് സലാമി സ്ലൈസിംഗ് എന്ന് അവർ പറയുന്ന ആ രീതിയാണ് അവർ ചെയ്യുന്നത്. ജവാന്മാരുടെ നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പിന്നെ വരാം എന്നുള്ളതല്ല. നമ്മൾ ആ സ്പോട്ടിലുണ്ടെങ്കിൽ വി വിൽ ബി ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും. ചൈന എന്തെങ്കിലും ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു ഒഫൻസീവ് സ്പിരിറ്റ് ഉണ്ട്. അതായത് ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. ഇറ്റ് നോട്ട് UK അഗൈൻസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ 2015 കമാൻഡിങ് ഓഫീസറായി കഴിഞ്ഞിട്ട് 1 വർഷം മീററ്റിൽ നിന്നിട്ടാണ് ഞങ്ങൾ ബറ്റാലിയൻ ലഡാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബറ്റാലിയനെ ഞാൻ സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വോളണ്ടിയർ ചെയ്തിട്ടായിരുന്നു പോയത്. പക്ഷേ ആ സമയത്ത് ചൈനീസിൻ്റെ ധാരാളം ഇൻകർഷൻസ് ഇങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു രീതി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ബറ്റാലിയനിൽ ലഡാക്കിൽ പെർമനൻ്റ് ആയിട്ട് ചൈനീസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചൈനീസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി അവർ ഡിപ്ലോയ് ചെയ്തു. ആ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ടൊരു ബറ്റാലിയൻ ചൈനീസിൻ്റെ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ വരുന്നത്. അപ്പോൾ അതിനു മുൻപ് അവിടെ ആരുമില്ലായിരുന്നു. അപ്പോൾ ചൈനീസിന് എപ്പോൾ വേണമെങ്കിലും അവർ വരുമായിരുന്നു, അവരെപ്പോഴും വേണമെങ്കിലും പോകുമായിരുന്നു. അവർക്ക് വണ്ടിയുണ്ട്, വണ്ടി വരെ വരാം. നമുക്ക് ആ സ്ഥലത്തൊന്നും റോഡ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടുന്ന് നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളവിടെ എത്തുന്നത്. അതും 16,000-17,000 അടി ഉയരത്തിലുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ സ്ഥലത്ത് പണ്ട് സൈന്യം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ചൈനീസ് എപ്പോഴൊക്കെ വരുന്നോ ആ സമയത്തൊക്കെ ഭാരതീയ സൈനികർ നമ്മളും അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, അവർക്കത് ഇഷ്ടപ്പെടാതെ വരാൻ തുടങ്ങി. അവർ പണിയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ നമ്മളും പണിയാൻ തുടങ്ങി. ഇതെല്ലാം 2014 കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതെല്ലാം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ നമ്മൾ എവിടം വരെ നമ്മളെ ക്ലെയിം ചെയ്യുന്നു ആ സ്ഥലം വരെ റോഡും അവിടെ തന്നെ നമ്മൾ ജവാന്മാർക്ക് താമസിക്കാൻ വേണ്ടി ബാരക്സും മറ്റു കാര്യങ്ങളും ഒക്കെ പണിയാൻ, മൊബൈൽ ടവേഴ്സും വാട്ടർ ടാങ്കും എന്തൊക്കെ ഫെസിലിറ്റി ആവശ്യമുണ്ടോ ആ ഫെസിലിറ്റി എല്ലാം നമ്മളിവിടെ പണിയാൻ തുടങ്ങുന്നു. ഇത് ചൈനീസിന് നാച്ചുറലി അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർ ഇത്രയും നാൾ വളരെ ഫ്രീ റണ്ണായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ത്യൻ ആർമി അതേപോലെ നിൽക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും പ്രശ്നമാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 2017 ഒരു ആർട്ടിക്കിളും എഴുതിയിരുന്നു പ്രിന്റിൽ വെച്ചിട്ട്. അത് ദ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ വാങ്ങിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ബോർഡർ പോലല്ല, അവിടെ ഒരു ബൗണ്ടറി ഇല്ല. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഗ്രൗണ്ടിലും ഇല്ല, മാപ്പിലും ഇല്ല. മാപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇവിടം വരെയാണോ അവിടം വരെ ഞാൻ പോകും, അവർ വിചാരിക്കുന്ന ഇവിടം വരെ അവിടെ വരെ വരും. രണ്ടുപേരും ഒരുമിച്ച് വരുമ്പം തർക്കമാവും. ആ തർക്കം ചില സമയത്ത് ഉന്തും തള്ളാവും. ഉന്തും തള്ളും ചിലപ്പം ലാठी വെച്ച് അടിയാവും, കല്ലേറാവും, പിന്നെ വലിയ രീതിയിലുള്ള വയലൻസ് ആവും. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഞാനത് ഞങ്ങളെ ബറ്റാലിയനും കണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാനത് എഴുതിയിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ലോക്കൽ ലെവലിൽ എഗ്രിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു തർക്കം അല്ലെങ്കിൽ പ്രശ്നം ആവുമെന്ന് ഞാൻ അന്ന് കണ്ടിരുന്നു. കാരണം ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ രണ്ട് സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് വഴക്കുണ്ടാക്കി ഞങ്ങളെ സ്ഥലമാണെന്ന് പറയുന്നില്ല, നമ്മൾ ആ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവിടുത്തെ. അപ്പോൾ അതുപോലെ തന്നെ നടന്നു. 2020 ആയപ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമായി. 2 ആർമിയും മൊബിലൈസ് ചെയ്തു. ഇന്ന് 2 പേരും 50,000 അടുപ്പിച്ച് ട്രൂപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ടാങ്ക്സും ആർട്ടിലറി ഗൺസും അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സും എല്ലാം വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് ചൈനീസ് അവിടെ മാറി. അപ്പം അന്ന് ഇതിൻ്റെ തുടക്കം നമ്മൾ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ചൈനീസിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യും. അവർ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കും. നമുക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മളെ സുപ്പീരിയറിറ്റി അവരുടെ സുപ്പീരിയറിറ്റി കാണിക്കാൻ നോക്കും. അതേസമയം നമ്മൾ വീക്കാണ് കണ്ടാൽ അവർ സുപ്പീരിയർ ആണ്. നമ്മൾ പക്ഷേ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ആ ലെവലിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ബറ്റാലിയൻ ആയിരുന്ന സമയത്ത് എൻ്റെ രാജ്പൂത് റെജിമെൻറ്റ്സിൽ നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ കുഷ്തിയൊക്കെ കളിക്കുന്ന നമ്മൾ വലിയ മീശയൊക്കെ വെച്ചിട്ടുള്ള പയ്യന്മാരായിരുന്നു. അപ്പോൾ ഇവരായിരിക്കും നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ നിർത്തുക. അപ്പോൾ ഇവർ കണ്ടാൽ തന്നെ ഒരു 6 അടി പൊക്കം, 6 അടി 2 ഇഞ്ചൊക്കെ പൊക്കുമ്പോഴാണ് തന്നെ ചൈനീസ് ഒരു വിധം
അവരൊരു മയത്തിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് പിന്നെ എനിക്ക് എൻ്റെ പ്രശ്നം ഇവരെ ഈ നമ്മുടെ പയ്യന്മാരെ കൺട്രോൾ ചെയ്യുന്നുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സമയത്ത് നമുക്ക് അത്ര ഒരു പ്രശ്നം വന്നില്ല. കാരണം നമ്മളെ പയ്യന്മാർ ആ രീതിയിലുള്ള ചെയ്യാൻ, അതായത് ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിക്കും, പക്ഷേ കൈ പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരിച്ചടിക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അവിടെ. നമ്മൾ ചൈനീസായിട്ട് ഡീൽ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് അവരുടെ അടുത്തുണ്ട്, ഇത് 1962 അല്ല എന്ന് പറഞ്ഞ് നമ്മളെ സാധാരണ ജവാൻ തൊട്ട് ഓഫീസേഴ്സ് തൊട്ട് അവരുടെ അടുത്ത് സംസാരിക്കുമ്പം പറയുന്ന ഒരു സ്ഥിരം വാചകമാണ്, ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് 1962. അപ്പോൾ അവർക്കും അറിയാം അത്. അപ്പോൾ ആ ചൈനീസിൻ്റെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ദിസ് ഇസ് നോട്ട് 1962 എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കൊണ്ട് ഒരു സൈക്കോളജിക്കൽ സുപ്രീമസി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇൻഫാക്ട് പല സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ജവാന്മാരെ കൺട്രോൾ ചെയ്യാനാണ് ഞാൻ കുറച്ചും കൂടെ പരിശ്രമിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള ആ സ്പിരിറ്റ്, ഫൈറ്റിംഗ് സ്പിരിറ്റ് അത്രമാത്രം ഉണ്ടായത് ഇതുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1962 തിരിച്ച് നമ്മൾ ആ ഒരു എവിടെയോ ഒരു മുറിവ്, ആ മുറിവ് നമുക്ക് എപ്പോഴും നമ്മളത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ചൈനീസിൻ്റെ താഴെ നമുക്കൊന്നും ഒരു തലകുനിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി തന്നെ, തലകുനിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള ഡോമിനേഷൻ നമുക്കവിടെ ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം തുടങ്ങുന്നത് പെട്രോളിങ് ചെയ്യുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഒരു ഏരിയ നമ്മളതാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഫിസിക്കലായിട്ട് വരണം, അല്ലേ? അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മളവിടെ അത് നമ്മളെ ഏരിയ ആണെന്ന് വരുത്തി തീർക്കുന്നത്. അപ്പോൾ നമ്മളത് റെഗുലറായിട്ട് പോകുമ്പോൾ അത് ആ ഏരിയ അവരുടേതാണെന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഇത് പ്രശ്നം വരുന്നത് വെച്ചാൽ രണ്ടുപേരും തമ്മിലൊരു യോജിപ്പുണ്ട്, ഈ ഇത്രയും ഏരിയ വരെ നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അവരുടെ ഏരിയ വരെ വന്നിട്ട് പോകും, നമ്മളെ ഏരിയ വന്നിട്ട് പോകും, അപ്പോൾ അത് പ്രശ്നം വരത്തില്ല. പക്ഷേ ഈ പ്രശ്നം ഉള്ള ചില ഏരിയ ഉണ്ട്, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ആവും. ആ ക്രോസ് ആവുന്ന സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് അവിടം വരെ വരണം, എന്നാലേ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ അവർക്ക് ഇവിടം വരെ വന്നാലേ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഞാൻ പോകുന്ന സമയത്ത് അവരെന്നെ പകുതി വെച്ച് നിർത്തും, പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അത് ശരി, പോകണ്ട, ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചു വരും. ഇനി തിരിച്ച് അവർ വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും, നിങ്ങളും പോകണ്ടെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളെങ്ങനെ പറയുന്നുള്ള രീതിയിൽ പിന്നെ പതുക്കെ ഉന്തും തള്ളി മാറ്റി പോകാനുള്ള ശ്രമം നടത്തും. പക്ഷെ അത് നടക്കാറില്ല. അങ്ങനെ വരുമ്പം പിന്നെ അവരുടെ സൈഡിലും നമ്മൾ ഒരു പാകിസ്ഥാൻ ആർമിയെ പോലെ തന്നെ അവരും ഒരു പ്രൊഫഷണൽ ആർമിയാണ്. അവർ അവരുടെ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആർമിയാണ്, പാർട്ടിയുടെ ആർമിയാണ്, എന്നാൽ തന്നെ ഒരു പ്രൊഫഷണൽ ആർമിയാണ്. അപ്പോൾ അവരുടെ രീതിയിലുള്ള ടാക്ടിക്സ് കാണിക്കും, നമ്മൾ നമ്മുടെ രീതിയിലുള്ള ടാക്ടിക്സ് കാണിക്കും. ഈ പ്രശ്നം തുടങ്ങുന്നത് ഇതാണ്, രണ്ടുപേരുടെയും ടാസ്ക് പെട്രോളിങ് പോകാൻ വേണ്ടി വരും. അപ്പം ഒരുമിച്ച് വരും. അപ്പം ഇപ്പം ഞാൻ അപ്പുറത്തെ ചൈനീസ് ഇല്ല, ഞാൻ പോയിട്ട് വന്നാൽ പ്രശ്നമില്ല. അവർ വരുമ്പോൾ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പം ഈ പ്രശ്നം വരും. അതിന് ഒരുമിച്ച് ആക്ച്വലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ് വരുന്നതെന്നുള്ളത്, അവർ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ്, അത് മനഃപൂർവ്വം വന്ന് തടയാനുള്ള ശ്രമം നടത്തും നമ്മൾ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു തർക്കവും പിന്നെ തിരിച്ചു പോകുന്നത്. അപ്പം ആ സമയത്ത് ഓഫീസേഴ്സൊക്കെ ഡീൽ ചെയ്ത് ഓക്കെ ഫൈൻ, ഇന്ന് വേണ്ട, ഇന്ന് പോകണ്ട. അപ്പോൾ ചില സമയത്ത് അഗ്രിമെൻ്റ് വരും, ഇന്ന് നിങ്ങൾ പോകണ്ട, നാളെ നിങ്ങൾ വയ്ക്കുമോ എന്ന് പറയും. അപ്പം നമ്മൾ നാളെ പോകാം, അവർ സമ്മതിക്കും, നമ്മൾ നാളെ പോകും. അവർ വരുമ്പോൾ നമ്മളും തടയും, പറയും നിങ്ങൾ ഇന്ന് പോകണ്ട, നിങ്ങൾ നാളെ പോയാൽ മതി എന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയും. അപ്പോൾ അതുപോലെ അവരും ചെയ്യും. അപ്പം എക്സാക്ട്ലി അവരെന്താ ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ അടുത്ത് ഒരു എന്താ പറഞ്ഞ ഒരു അപ്പർ ഹാൻഡ് കാണിക്കാൻ നോക്കിയാൽ നമ്മൾ അതേപോലെ തന്നെ കാണിക്കും. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. ഈ തർക്കം വരുന്നത് ഇതുകൊണ്ടാണ്, അൺഡിമാർക്കറ്റഡ് ബൗണ്ടറി, അൺഡിമാർക്കറ്റഡ് ബോർഡേഴ്സ് കാരണമാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ബേസിക്കലി ബഫർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരും തർക്കഭൂമിയാണെന്ന് കരുതുന്ന ഏരിയ ഉണ്ട്, രണ്ടുപേരുടെയും ഏരിയ എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നാണ് ഈ തർക്കം വരുന്നത്. അപ്പോൾ ഈ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു കാര്യം ചെയ്യാം, ഇത് ഈ 2020 അടി നടന്ന് ഗൽവാൻ പ്രശ്നം നടന്ന് രണ്ട് സൈഡിലും കാഷ്വാലിറ്റീസ് നടന്ന് ചൈനീസിനെ സംബന്ധിച്ചുള്ള 1979 കഴിഞ്ഞ് ഏറ്റവും വലിയ കാഷ്വാലിറ്റീസ് കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഭാരതത്തിലും 20 കാഷ്വാലിറ്റീസ് നടന്നു. ക്യാപ്റ്റൻ സന്തോഷ് ബാബുവിനെ പോലുള്ളവർ അവിടെ മരിച്ചു വീഴുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം രണ്ട് സൈഡും കൂടെ ഇരുന്ന് ഡിസൈഡ് ചെയ്തു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹാരം വരെ ഈ സ്ഥലത്ത് പെട്രോളിംഗ് വേണ്ട, നിങ്ങളും വരത്തില്ല ഞാനും വരത്തില്ല, അപ്പോൾ നമുക്ക് അതിനെ ഒരു ബഫർ സോണാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ രണ്ടുപേരും നേരിട്ട് വന്നില്ലെങ്കിൽ ഒരിക്കലും അടി നടക്കത്തില്ല. അപ്പോൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും ആ ഏരിയ വരത്തില്ല എന്നുള്ളൊരു അഗ്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് നോക്കാൻ വേണ്ടി UAVസും ഡ്രോൺസും സാറ്റലൈറ്റും ഒക്കെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും, നമ്മൾ അവരാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് രാത്രിയായാലും പകലായാലും നോക്കാൻ പറ്റും, സർവൈലൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഏരിയസ് ആണ് ഇപ്പം ബഫർ സോണായിട്ട്
മാറ്റുന്നത്. അപ്പോൾ ഫിംഗർ 4, ഫിംഗർ 8 എന്നൊക്കെ പറഞ്ഞാൽ നോർത്ത് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെങ്ങോങ്സോ തടാകത്തിൻ്റെ നോർത്തിലുള്ള മല ഏരിയയിൽ നിന്ന് ഈ വിരലുകൾ പോലെ താഴോട്ട് വരുന്ന ഭൂമിയുടെ ആ ഒരു ഏരിയയാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. അതിന് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വിരലിൻ്റെ ഇതുപോലെ തോന്നുന്നത് അതിന് ഫിംഗർ. അപ്പോൾ ഫിംഗർ 1 തൊട്ട് 8 വരെയുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഭാഗത്ത് നിന്ന് നമ്മൾ 8 വരെ പോകുമായിരുന്നു, അവർ 4 വരെ വരുമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ, അതിന് തടാകത്തിൻ്റെ നോർത്ത് ബാങ്കിൻ്റെ കൂടെ. അപ്പോൾ പ്രശ്നം വരുമ്പം അവർ നമ്മളെ 8 ചെല്ലാൻ സമ്മതിക്കത്തില്ല, പ്രശ്നം വരുമ്പം നമ്മൾ അവരെ 4 വരാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള യുദ്ധമാണ് ആക്ച്വലി ഈ കല്ലേറും മറ്റും എല്ലാം നടന്ന്. ഒരു സ്ഥലത്ത് മൊത്തം തടാകമാണ്, അതുപോലെ തന്നെ ആ വിൻറ്റേഴ്സിൽ ആ തടാകം കംപ്ലീറ്റ്ലി ഫ്രീസ് ആവും, അതിലൂടെ നമുക്ക് വണ്ടി വരെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയയിലാണ് എപ്പോഴും അടി തുടങ്ങുന്നത്. അതിൻ്റെ തുടങ്ങിയിട്ടാണ് ഗൽവാനിൽ ചെന്ന് അവസാനിച്ചത്. ഗൽവാനിൽ നടന്നതെന്ന് വെച്ചാൽ ഗൽവാൻ ആ രീതിയിൽ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ചൈനീസ് ആഗ്രഹിച്ചിരുന്നു. അതായത് ആ രീതിയിലുള്ള ക്ലാഷ് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം അവർക്കില്ലായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്കും കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഈ ഗൽവാൻ്റെ സമയത്ത് ഒരു എഗ്രിമെൻ്റ് എത്തിയിരുന്നു 2 സൈഡിലും. അതായത് ഈ ബഫർ സോണിൽ ഒരു ടെൻറ്റോ അല്ലെങ്കിൽ ഒന്നും സ്ഥാപിക്കത്തില്ല, എല്ലാം മാറ്റിക്കൊണ്ട് പോകണമെന്നുള്ളൂ. പക്ഷേ ഇത് എഗ്രിമെൻറ്റ് ചെയ്ത് അവരവിടെ എത്തിയ സമയത്ത്, നമ്മുടെ സൈനികർ എത്തിയ സമയത്ത് കേണൽ സന്തോഷ് ബാബു ഒരു ടെൻറ്റ് അവിടെ അവർ എടുക്കാതെ നിർത്തി. അത് മനഃപൂർവ്വം ചില സമയത്ത് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ഓർഡേഴ്സ് കിട്ടാത്തതുകൊണ്ടാവാം. ചൈനീസ് സ്ട്രാറ്റജിയാണ്, അവർ ചില സമയത്ത് പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും രീതി ഉണ്ട് അവർക്ക്. പക്ഷേ കേണൽ സന്തോഷ് ബാബുവിൻ്റെ ഓർഡേഴ്സ് വളരെ ക്ലിയർ ആയിരുന്നു. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരും വരാൻ പാടില്ല, ഒരു സൈനികവും ഒരു ടെൻറ്റോ ഒരു കാര്യവും കാണാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ അതിന് ബഫർ സോണായി വരത്തില്ല. ബിക്കോസ് നാളെ അവർ ഒരു ടെൻറ്റ് വയ്ക്കും, മറ്റന്നാൾ അത് 2 ടെൻറ്റ് ആവും, മൂന്നാമത്തെ അത് പോസ്റ്റ് ആവും, അതായത് നമ്മൾ അവരുടെ ഏരിയ ആവും. അതിനാണ് സലാമി സ്ലൈസിംഗ് എന്ന് അവർ പറയുന്നത്. ആ രീതിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തു. അപ്പോൾ എതിർത്ത സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉന്തും തള്ളും, പിന്നെ അന്ന് ഈ ടെൻഷൻസ് ഹൈ ആയതുകൊണ്ട് അവർക്ക് ഫയർ ചെയ്യാനുള്ള ഓർഡേഴ്സ് 2 സൈഡിലും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ പഴയ കാലത്തെ പോലത്തെ ഈ ക്ലബ്സും അതിനകത്ത് വേലിയൊക്കെ വെച്ചിട്ടുള്ള കമ്പിയും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഉള്ള ഗുസ്തിയാണ് നടന്നത്, അടിയും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ അവർ താഴോട്ട് വീണത് ആ ഒരു നദിയിലേക്കാണ്, ഗൽവാൻ നദിയിലേക്കാണ്. അതിനകത്ത് നമുക്കറിയാം അവിടുത്തെ ടെമ്പറേച്ചർ രാത്രി -10, -20 നോർമൽ രീതിയിൽ പോകും. വിൻറ്റേഴ്സിലാണെങ്കിൽ അതിലും കൂടുതൽ പോകും. അപ്പോൾ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ഹൈപ്പോതെർമിയ കൊണ്ട് തന്നെ ചിലപ്പം രക്ഷപ്പെടാൻ പാടാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ ഏരിയയിൽ എത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8-9 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഒരു ഫ്രീ ഫോർ ആൾ എന്ന് പറയുന്ന പോലെ ഒരു അടി നടന്ന സമയത്താണ് ഇത്രയും കാഷ്വാലിറ്റീസ് ഉണ്ടാവുക. ഇതിൻ്റെ കാരണം ചൈനീസിൻ്റെ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. അവരത് പറഞ്ഞ കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ ഈ കാഷ്വാലിറ്റീസ് ഉണ്ടാവത്തില്ലായിരുന്നു. അദ്ദേഹം ഒരു കമാൻഡിങ് ഓഫീസറായിരുന്നു. അപ്പം ഞാൻ കമാൻഡിങ് ഓഫീസർ എപ്പോഴും, അതുപോലെ തന്നെ ഭാരതീയ സൈന്യത്തിൻ്റെ ഒരു ഹോൾമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസേഴ്സ് എപ്പോഴും മുന്നിലായിരിക്കും. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എപ്പോഴും ഒരു ഹോൾമാർക്ക് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഓഫീസേഴ്സ് എപ്പോഴും ബാക്കിലും എന്നാണ് അവരുടെ സൈന്യത്തിൻ്റെ ട്രൂപ്സ് തന്നെ 71 വാർ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ കമാൻഡിങ് ഓഫീസർ ആയാലും ശരി, അതുകൊണ്ടാണ് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ തന്നെ ധാരാളം കമാൻഡിങ് ഓഫീസേഴ്സ് എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ പേര്, കേണൽ റായ് എൻ്റെ ഇവിടെ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അദ്ദേഹമൊക്കെ അവിടെ വീരമൃത്യു. കാരണം ഒരു ഓഫീസർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു കമാൻഡിങ് നമ്മൾ ഫ്രണ്ടിൽ കാണും. അത് ആ രീതിയിലാണ് ട്രെയിനിങ്, അതായത് ആ രീതിയിലാണ് നമ്മളെ ലീഡർഷിപ്പ് ക്വാളിറ്റി. നമ്മൾ ഒരിക്കലും ജവാന്മാരുടെ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ പിന്നെ വരാം എന്നുള്ളതല്ല. നമ്മൾ ആ സ്പോട്ടിലുണ്ടെങ്കിൽ വി വിൽ ബി ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ അവിടെ അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലി അടുത്ത ഓഫീസറാണ് ഇപ്പോൾ ലെഫ്റ്റനൻ്റ് ആയാലും ശരി, ക്യാപ്റ്റൻ ആയാലും മേജർ ആയാലും ശരി, സുബേദാർ സാബ്സ് ആയാലും ശരി, അവിടെ JCOs ആയാലും ശരി, അവർ ഫ്രണ്ട് നിൽക്കും. അതാണ് നമ്മളെ ലീഡർഷിപ്പ് കൾച്ചർ. അപ്പം അന്നും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അതിനെ വെരിഫൈ ചെയ്യാൻ, എല്ലാ ടെൻറ്റും മാറി ആ ബഫർ സോണിൽ ഒന്നും ഇല്ല എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കേണൽ സന്തോഷ് ബാബു അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഈ ടെൻറ്റ് അവിടെ ഉണ്ട്, അത് മാറ്റാൻ പറഞ്ഞത് മാറ്റിയില്ല. അങ്ങനെയാണ് തർക്കം ആയത്. ഫിസിക്കലി മാറ്റാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഇടയ്ക്കാണ് ഈ കോൺഫ്ലിക്റ്റ് ഇത്രയും വലിയ രീതിയിലേക്ക് മാറുകയും അദ്ദേഹത്തിന് കാഷ്വാലിറ്റി ഉണ്ടാവുകയും ചെയ്തു. പെങ്ങോങ്സോ ഏകദേശം ഒരു 130 കിലോമീറ്ററിന് അടുപ്പിച്ചുള്ള ഒരു വീതിയുള്ള ഒരു ലെങ്ത് ഉള്ള ഒരു ലേക്കാണ്. അതിൻ്റെ 1/3 നമ്മളെ ഭാഗത്തും ബാക്കിയുള്ള എല്ലാം തിബത്തിലുമാണ് ആക്ച്വലി പറഞ്ഞത്. ബിക്കോസ് ആ ഏരിയ ആക്ച്വലി തിബത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അതിനകത്ത് മത്സ്യം ഒന്നും വരത്തില്ല, അതൊരു ബ്രാക്കിഷ് വാട്ടറാണ്. പക്ഷേ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്.
അതുപോലെ തന്നെ അത് വിൻറ്റേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ആവും. അപ്പോൾ അതിനകത്ത് വണ്ടി ആളുകൾ ചില സമയത്ത് വണ്ടി വരെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ധാരാളം വലിയൊരു ഏരിയ, അതിൻ്റെ ഒരു വിട്ടെന്ന് ചില സ്ഥലത്ത് 8 കിലോമീറ്റർ വരെ ഉണ്ട്. അത്രയും ഏരിയ, അത്രയും വെള്ളം, ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ അത് വലിയൊരു റിസോഴ്സാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് അതിന്. കാരണം പണ്ടും അവിടെ 1962 ധാരാളം യുദ്ധം നടന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ഈ ഒരു മേഖലയിൽ ധാരാളം മിനറൽസും വിലപ്പെട്ട മിനറൽസിൻ്റെയൊക്കെ ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടാണ്, പക്ഷേ ടൂറിസ്റ്റ് ഞാൻ ആ ഒരു രീതി നോക്കുന്നില്ല. പക്ഷേ സ്ട്രാറ്റജിക്കലി അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ബോട്ട് വെച്ച് ഡോമിനേറ്റ് ചെയ്യും. നമുക്കൊരു സ്പീഡ് ബോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ സ്പീഡ് ബോട്ട്സ് ഈവൻ ചൈനീസിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലത്തെ പെട്രോളിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഫ്രണ്ടിൽ വരുമ്പം ചേസിങ്ങും, പിന്നെ അവർ നമ്മളെ ബാക്കിൽ വരെയും, ബിക്കോസ് അവിടെ ബോട്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മനൂവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ അതിനെ തടയാനും തള്ളിയിടാനും ഒക്കെ ഉള്ള ശ്രമം നടത്തുമായിരുന്നു. പണ്ടൊരു സമയത്ത് നമ്മളിൽ വളരെ സ്ലോ ബോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കുറേ 10-30 വർഷം മുമ്പ്. അന്ന് ചൈനീസ് വന്നിട്ട് നമ്മുടെ അവർ വളരെ മോശമായിട്ട് നമ്മളെ പെരുമാറിയിട്ട് നമ്മളെ ബോട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോട്ട്സാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മനൂവർ ചെയ്ത് വെള്ളമൊക്കെ തെറിപ്പിച്ച് അവരെ പുറത്ത് നിന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ചില കലാപരിപാടികൾ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതും നടക്കാറുണ്ട് ഓൺ പാങ്കോങ് ലേക്ക്. എൻ്റെ സൈനിക ജീവിതത്തിൽ ധാരാളം സന്തോഷം തന്നിട്ടുള്ള ഇതാണെങ്കിൽ തന്നെയും ഒരു വേദന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു ഇൻസിഡൻറ്റ് അരുണാചൽ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അരുണാചലിൽ ഞാൻ ഉണ്ടായ സമയത്ത് നമ്മുടെ നാഗാലാൻഡിൻ്റെ അവിടെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, അവരവിടെ ക്യാമ്പുണ്ട്. അപ്പോൾ അരുണാചലിൽ തന്നെ നമ്പർ 2 ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഇൻസർജൻറ്റ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹം ഞാനുമായിട്ട് ഒരു 6 മാസമായിട്ട് നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ അരുണാചൽ പ്രദേശ് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പതുക്കെ നമ്മൾ സംസാരിച്ച് പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്തു. അദ്ദേഹം സറണ്ടർ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഞാനും എൻ്റെ ഒരു ബഡ്ഡിയും ഞങ്ങൾ സിവിൽ വണ്ടിയിൽ സൂമോയിൽ നമ്മൾ നാഗാലാൻഡിൽ പോയി. അവിടുന്ന് ആ ക്യാമ്പിൻ്റെ തൊട്ട് വെളിയിലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റ് പ്രദേശത്ത് ഈ വ്യക്തി വരെയും, ആ വ്യക്തി നമ്മളെ വണ്ടി കയറി ഞങ്ങൾ നേരെ പുള്ളിയെ തിരിച്ച് വീണ്ടും അരുണാചലിൽ ബിക്കോസ് അവിടുന്ന് എസ്കേപ്പ് ആകാൻ പോകുന്നത് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഇതാണ്. അതായത് അവർ പിടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഞങ്ങളവിടെ ചെന്ന് അദ്ദേഹത്തെ ഞങ്ങൾ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിൽ കൊണ്ടുവന്ന് അവിടെ സേഫാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പോസ്റ്റിംഗ് അപ്പോഴത്തേക്ക് അവിടുന്ന് രാഷ്ട്രീയ റൈഫിൾസിലേക്ക് വന്നു, കാശ്മീരിലേക്ക്. അപ്പം ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അവിടുന്ന് വിടുകയായിരുന്നു. അപ്പം ഞാൻ അതിനു മുൻപ് ഈ മിലിറ്റൻ്റ് അല്ലെങ്കിൽ ഇൻസർജൻറ്റിന് ഞാൻ എൻ്റെ ഒരു കമാൻഡിങ് ഓഫീസർ, നേരത്തെ റിട്ടയറായ ഒരു കമാൻഡിങ് ഓഫീസർ ഹൈദരാബാദിലുള്ള അദ്ദേഹമായിട്ട് സംസാരിച്ച് ഇദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റി ഹൈദരാബാദിൽ എവിടെയെങ്കിലും ഒരു സെറ്റിൽ ചെയ്ത് ഒരു ജോലിയും മറ്റൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ വ്യവസ്ഥയും ചെയ്ത് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ രാഷ്ട്രീയ ലൈഫിലേക്ക് പോകുന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞിരുന്നു, വീട്ടിൽ പോകരുത്, ഒരു കാരണവശാലും വീട്ടിൽ പോകരുത് എന്ന് വളരെ ക്ലിയറായിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞിരുന്നു. പോത്തില്ല എന്ന് പുള്ളി ഇതും ചെയ്തു. എന്നിട്ട് പുള്ളിയുടെ കുറേ വേറെ വീട്ടുകാരെ, ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് റൂമർ ഇങ്ങനെ വന്നു, അദ്ദേഹം കാണുന്നില്ല, എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവരുടെ ഫാമിലിയിലെ കുറച്ച് പേരെ വിളിച്ച് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ എത്തിയിട്ടാണ് പോയത്. ഈ പുള്ളി ട്രെയിൻ കയറുന്നതിന് തലേന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വൈഫിനെയും കുട്ടിയെയും കാണാൻ വേണ്ടി. ഈ ഇൻസർജൻസ് അവർ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവർ വരും എന്നുള്ള ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹോപ്പ് അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരവിടെ അദ്ദേഹത്തിനെ പിടിക്കുകയും പോയിന്റ് ബ്ലാങ്ക് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാശ്മീരിലെത്തി തിരിച്ച് അവിടുന്ന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഈ പയ്യൻ ഇല്ല. അപ്പോൾ അത് എനിക്ക് ഒരു സംബന്ധിച്ചുള്ള ഒരു വിഷമം. അതായത് നമ്മൾ ഇത്രയും പാടുപെട്ട് ഒരാളെ സംസാരിച്ച് അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തു, സറണ്ടർ ചെയ്യിപ്പിച്ചു, അദ്ദേഹത്തിന് ഹൈദരാബാദിലെല്ലാം സെറ്റിൽ ചെയ്യിപ്പിച്ചു, കുടുംബത്തിനെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. പക്ഷെ ആ ഒരു ദിവസത്തെ ഒരു മൊമെൻ്ററി അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കാരണം ആ ഒരു ജീവൻ പോയി. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചൊരു വേദനയാണത്.
സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിബ്ബത്തിൽ നിന്ന് കുറേ പേര് റെഫ്യൂജീസ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ധർമ്മശാല ആ ഏരിയയിലൊക്കെ. അപ്പോൾ അവിടെ അവർ വളരെ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ ഓൾട്ടിറ്റ്യൂഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആളുകളാണ്. അവർക്ക് ആ ഒരു ഗിഫ്റ്റ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ കേരളത്തിലാകുമ്പം നമ്മളെ കേരളത്തിൽ നമുക്ക് അറിയാം എങ്ങനെയാണ്, എത്ര ചൂടുണ്ട്, വെള്ളമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഇവിടെ നദിയുണ്ട്, അതിനകത്ത് നീന്താനൊക്കെ. അതുപോലെ തന്നെ അവിടുത്തെ ആൾ, അപ്പോൾ ആ ലോക്കലായിട്ടുള്ള ആളുകളെ വെച്ച് അവർക്ക് പ്യൂർലി സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ സെയിം സ്പെഷ്യൽ ടാസ്ക്. അപ്പോൾ അവർ ചിലപ്പം ഒരു തിബത്തിൻ്റെ ഉള്ളിൽ 30-40 കിലോമീറ്റർ അവരെ ബൈ എയർ കൊണ്ട് പാരഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചില ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റും. ആ ടാസ്കുകൾക്ക് വേണ്ടി ഈ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ടീം തന്നെയാണ് സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ള രഹസ്യ സ്വഭാവമുണ്ട്. പക്ഷേ അവർ ഹൈലി മോട്ടിവേറ്റഡ്, വളരെയേറെ അത് അവർ തന്നെയാണ് ആക്ച്വലി ഈ ഇന്ത്യ ചൈന ആ പ്രശ്നം നടന്ന സമയത്ത് അതായത് സൗത്ത് ബാങ്കിലെ കൈലാഷ് റേഞ്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു സെറ്റ് ഓഫ് ട്രൂപ്സ് ഈ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് വളരെ മോട്ടിവേറ്റഡ്, ബിക്കോസ് അവരുടെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു സ്പിരിച്വലായിട്ടും അവരുടെ ഇമോഷണലായിട്ടും ഒരു കണക്ട് അവർക്ക് ആ ഏരിയയിലോട്ടുണ്ട്. ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, നമ്മളെ ട്രൂപ്സ് അവരെക്കാട്ടിയും ഫിസിക്കലി ഫിറ്റാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ സാധാരണക്കാരൊരു ജവാൻ വരുന്നത് ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന്, ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ഒക്കെ ഉള്ള ആളുകളാണ് വരുന്നത്. അതായത് അവർ പാടത്ത് പണി ചെയ്തതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് വരുന്നവരാണ് മൊത്തത്തിലുള്ള സാധാരണ ഉള്ള. ഇപ്പോൾ ഏതൊരു സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണപ്പെട്ടു. അപ്പോൾ അവർ വളരെ ഫിറ്റാണ് ഓൾറെഡി. ആ രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഞാൻ ചൈനീസ് സോൾജേഴ്സിൽ കണ്ടിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അവരുടെ ഒരു എൻഡ്യൂറൻസ് ലെവൽ നമ്മളെക്കാട്ടിയും കുറവാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുമ്പോൾ ആ തർക്കം നീണ്ടു പോയിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു 19 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഈ പെങ്ങോങ്സോൻ്റെ തടാകത്തിൻ്റെ നോർത്ത് ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് 19 മണിക്കൂർ നിൽക്കുന്ന ഒരു അവസ്ഥ വരെ പോയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഞങ്ങൾ വരെ നിന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ചൈനീസ് അവർ ഒരാളെ പുറത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരും അവരുടെ വണ്ടി കയറിയിരിക്കും. ആ വണ്ടി എയർ കണ്ടീഷൻഡ് വണ്ടിയായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ റൊട്ടേഷനായിട്ട് നമ്മൾ മാറ്റി കൊണ്ടുവരുന്നത് നമ്മൾ ആ ജവാന്മാർക്ക് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ആ ജവാന്മാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. സോ ഫിസിക്കൽ ഫിറ്റ്നസ് വൈസ് ഡെഫിനറ്റ്ലി നമ്മൾ ബെറ്ററാണ്. ടെക്നോളജി വൈസ് അവർ നമ്മളെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്ററാണ്. എനിക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ മിലിറ്ററി ഒബ്സർവറായിട്ട് പോകാനുള്ളൊരു ഭാഗ്യമായിരുന്നു കിട്ടിയത്. അതിൻ്റെ സെലക്ഷൻ ചെയ്ത് നമ്മളെ ഡെപ്യൂട്ടേഷനിൽ വിടുകയാണ്. അപ്പോൾ കുറച്ച് പേര് മാത്രമേ അങ്ങനെ പോകാറുള്ളൂ പുറം രാജ്യങ്ങളിൽ. ഞാൻ പോയത് കോങ്കോയിലായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ധാരാളം അടി നടക്കുന്ന ഒരു സമയത്ത്, അപ്പോൾ നമ്മളെ മിലിറ്ററി ഒബ്സർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടി നോക്കി അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഉള്ള രീതിയും, അപ്പോൾ അതിൻ്റെ പരിഹാരം കാണുമ്പോൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള, അത് എൻഷുർ ചെയ്യാനുള്ള റോളാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ മിലിറ്ററി ഒബ്സർവേഴ്സിന് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് ഞാൻ ജോലി ചെയ്ത സമയത്ത് അവിടെ നമ്മളെ കൂടെ പാകിസ്ഥാനിയും UK പിന്നെ പാരഗ്വേ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇൻഫാക്ട് എൻ്റെ ഓഫീസിൽ ഞാനിവിടെയും എൻ്റെ നേരെ ഓപ്പോസിറ്റ് പാകിസ്ഥാനി ഒരു ഓഫീസറും ഞങ്ങളെ ഇടയ്ക്ക് ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു ഇരിക്കുന്നത് ആ ഒരു സമയത്ത്. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയിലും ഉറുദുവിലും ധാരാളം സംസാരിക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഓഫീസർ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എന്തോ ചെയ്തു, നിങ്ങൾ അവിടെ ഭയങ്കര അടിയാണല്ലോ, പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾക്ക് സംസാരിച്ചാലും കഴിയത്തില്ലല്ലോ എന്നൊക്കെ പുള്ളി സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ച് ഒരു പാകിസ്ഥാനി ഓഫീസേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. കാരണം അത് ആ ഒരു ഇൻ്റർനാഷണൽ എൻവയറമെൻറ്റ് അങ്ങനെയാണ്. എൻ്റെ തന്നെ ഡെപ്യൂട്ടി GOC ആയിരുന്നിട്ടുള്ളത് ഒരു ബ്രിഗേഡിയർ ജനറൽ ഫാറൂഖ് ബഷീർ എന്ന് പറഞ്ഞൊരു ഓഫീസറായിരുന്നു. ഞങ്ങളുടെ ജനറൽ GOC എന്ന് പറഞ്ഞ ഇന്ത്യൻ ഓഫീസർ ജനറൽ ബിക്രം സിംഗ്, അദ്ദേഹം പിന്നീട് ആർമി ചീഫ് ആയിരുന്നു. ഇതിനു മുൻപുള്ള പാകിസ്ഥാനി ചീഫ് ജനറൽ കമർ ബാജ്വ, അദ്ദേഹം ആ സമയത്ത് ബ്രിഗേഡിയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കാൻ സംസാരിക്കുക, ഹിന്ദിയിലൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പം ഈ ബ്രിഗേഡിയർ ഫാറൂഖ് ബഷീറാണ് എൻ്റെ UN മെഡൽ എനിക്ക് ചെസ്റ്റിൽ വെച്ച് തന്നത്. അപ്പോൾ അത് വളരെ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇന്ത്യൻ ഓഫീസറിന് ഒരു പാകിസ്ഥാൻ ഓഫീസർ ഒരു മെഡൽ കൊടുക്കുക. സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളറ്റ് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാറുള്ളൂ, റൈഫിലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടികൾ. പക്ഷെ അദ്ദേഹം അന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, അങ്ങനെ അതുകൊണ്ട് അത് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വെച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം അവിടെ ആ ഒരു എൻവയറമെൻറ്റാണ്. ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും ശരി ബാക്കിയുള്ള ഓഫീസേഴ്സിനെ കുറിച്ചും വളരെ ഹൈലി നല്ലൊരു മതിപ്പാണ് ആ ഒരു ഏരിയയിൽ അവിടെ ഉള്ളത്. ഒന്നത് നമ്മുടെ സെലക്ഷൻ ബേസിലാണ് നമ്മളവിടെ പോകുന്നത്.
അതുപോലെ തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് എപ്പോഴും അവിടെ ഇന്ത്യൻ ഓഫീസേഴ്സ് തന്നെ ആയിരിക്കും കാണുന്നത്. അത് പാകിസ്ഥാനി ഓഫീസേഴ്സ് എന്ന് അറിയാം. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർ നമ്മുടെ അടുത്ത് തന്നെ വരികയും ചെയ്യും. ബിക്കോസ് അവർക്ക് നമ്മളെ വർക്ക് എത്തിക്സും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആൻഡ് ഓൾസോ നമ്മളെ ഈ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ്, നമ്മൾ കാശ്മീരിലായാലും ശരി മറ്റു സ്ഥലത്തൊക്കെ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ്, അപ്പോൾ ഒരു ഓപ്പറേഷനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഡെഫിനറ്റ്ലി ഞാനൊരു ഇന്ത്യൻ ഓഫീസറാണെന്നാണ്ട് പറയാനല്ല, ഇന്ത്യൻ ഓഫീസേഴ്സ് അവിടെ സ്റ്റാൻഡ് ഔട്ട് ആവാറുണ്ട്. അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി വുമൻ ഓഫീസേഴ്സ് ആയാലും ശരി അവർ റിയലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. നമ്മളൊരു ഒരു ഇന്ത്യൻ സൈന്യത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ഇത് ഭയങ്കര പാടാണ് സാധാരണ രീതിയിൽ. ബിക്കോസ് ബാക്കി എല്ലാ മേഖലകളിലും ഒരു ചേഞ്ച് വരാൻ കുറച്ച് പാടാണെങ്കിൽ തന്നെ നടക്കും. പക്ഷേ സൈന്യത്തിൽ എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. കാരണം അത്രമാത്രം വലിയൊരു സംവിധാനമാണ് ഒന്ന്. രണ്ട്, ധാരാളം വർഷങ്ങളുടെ പഴക്കമുള്ള സിസ്റ്റമാണ്. അപ്പോൾ അതിന് മാറ്റാൻ അത്ര ഈസി അല്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് ഇന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ. ആ ട്രാൻസ്ഫോർമേഷൻ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിലല്ല, എല്ലാ മേഖലകളിലും ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. കാരണം ഒന്ന്, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ്. ഇപ്പം നമ്മളൊരു ഒഫൻസീവ് ഡിഫൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറി. നമ്മൾ പണ്ട് എപ്പോഴും ഡിഫൻസീവ് ആയിരുന്നു. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യും നമ്മൾ റിയാക്ട് ചെയ്യും, ചൈന എന്തെങ്കിലും ചെയ്യും നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു ഒഫൻസീവ് സ്പിരിറ്റ് ഉണ്ട്. അതായത് ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. ഇറ്റ് നോട്ട് UK അഗൻസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ നമ്മളെ അസറ്റ്സ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നമുക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും, സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒഫൻസീവ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെ പോളിസിയിൽ അല്ലെങ്കിൽ ചിന്താഗതിയിൽ തന്നെ മാറി. രണ്ടാമത് നമ്മളെ എക്യുപ്മെൻറ്റ് പ്രൊഫൈൽ നോക്കുക. റഫാൽ യുദ്ധവിമാനം പോലുള്ള യുദ്ധവിമാനം ശരി, എയർക്രാഫ്റ്റ് കാരിയർ ആയാലും ശരി, മറ്റ് പല ലേറ്റസ്റ്റ് വെപ്പൻസ് ആയാലും ശരി, ബ്രഹ്മോസ് ആയാലും ശരി, അങ്ങനത്തുള്ള വെപ്പൺ എക്യുപ്മെൻറ്റ് പ്രൊഫൈലിൽ കംപ്ലീറ്റ് മാറി. ഇന്ന് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതായത് ആരെങ്കിലും ഡിസിഷൻ എടുക്കുകയോ ഇല്ലയോ എന്ന്. പണ്ടത്തെ കാലത്ത് ഇതിനകത്ത് കറപ്ഷൻ വരും എന്ന് വിചാരിച്ച് ആളുകൾ ഡിസിഷൻ എടുക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കിപ്പം തൽക്കാലം വേണ്ടാന്ന്. പക്ഷേ ആ തൽക്കാലം വേണ്ടാത്ത കാരണം കൊണ്ട് നമ്മൾ 10-20 വർഷമാണ് നമ്മൾ ബാക്കിലോട്ട് പോയത്. പക്ഷേ ഇന്ന് നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളിന്ന് റഫാൽ വിമാനം നേരിട്ട് ഗവൺമെൻറ് അഗ്രിമെൻറ്റ് നടത്തി ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് 2 സ്ക്വാഡ്രൺ കംപ്ലീറ്റ് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. മൂന്നാമത് നമ്മളെ ഈ ഹ്യൂമൻ റിസോഴ്സ് ചേഞ്ചസ്. ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത് തൊട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വന്നിരുന്നു. അതിനൊക്കെ മാറ്റിയിട്ടാണ് ഈ അഗ്നിപത് സ്കീം പോലുള്ള പുതിയ സ്കീമുകൾ വരെയും ആളുകളിൽ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ തന്നെ മാറുകയും ധാരാളം ചേഞ്ചസ് വരുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ബ്രിട്ടീഷ് ലെഗസീസ്, പണ്ടത്തെ ബ്രിട്ടീഷ് കാര്യങ്ങൾ, മെസ്സിലുള്ള എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അതൊക്കെ മാറി ഇന്ന് ഭാരതത്തിൻ്റെ കൾച്ചറും ഭാരതത്തിൻ്റെ രീതിയിലേക്കുള്ള ഒരു മാറി. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്ന് സൈന്യത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണുന്നുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഇന്ന് ഭാരതത്തിൻ്റെ ഓവറോൾ ലോകത്ത് നമ്മളെ സ്റ്റാച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികപരമായി മാത്രമല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മാത്രമല്ല, മിലിറ്ററി കൂടെ അതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു മേഖല അതിനകത്തും കൂടെ നോക്കേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ്. നമ്മൾ സാധനങ്ങൾ വെളിയിൽ നിന്നുള്ള തോക്കും മറ്റു കാര്യങ്ങളും നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നതാണ്. ഇന്ന് അതിൽ നിന്ന് മാറി നമ്മൾ ഏറ്റവും വലിയൊരു എക്സ്പോർട്ടർ ആവാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മോസിനെ പോലുള്ള സെയിൽസ് നടക്കുന്നുണ്ട്. ഇനി അടുത്ത AK-47 AK സീരീസിൻ്റെ വെപ്പൺസ് വരുമ്പോൾ അതിനെ നമ്മൾ പുറം രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ അങ്ങനെ പല ഷിപ്സിൻ്റെയൊക്കെ വരുന്നുണ്ട്. ഷിപ്പ് യാർഡ്സിലൊക്കെ ഉള്ള ഡോക്ക് യാർഡ്സിനൊക്കെ ഉള്ള വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലകളിലും നമ്മൾ ഒരു വലിയ ഒരു സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടു ദ ഓവറോൾ കളക്റ്റീവായിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റേച്ചർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഞാൻ 2019 പ്രിമച്വർ റിട്ടയർമെൻറ്റ് എടുത്ത് വരികയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇനി ഒരു 18 ഇയേഴ്സും കൂടെ സർവീസ് ചെയ്യാമായിരുന്നു. പക്ഷേ തിരിച്ച് നാട്ടിൽ വരണം. നാട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ തിരിച്ച് വരികയും അന്ന് തൊട്ട് ഞാൻ കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ആ ഒരു രീതിയിൽ കൊല്ലത്തും കേരളത്തുമായിട്ട് ഞാൻ ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇന്നിപ്പം നമുക്ക് സൈന്യത്തിനെ കുറിച്ച് പല കാര്യങ്ങളും
ആളുകളുടെ ഇടയ്ക്ക് ഒരു അറിവില്ലായ്മയുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ എഴുത്തിലൂടെയും ലേഖനങ്ങളിലൂടെയും അതുപോലെ ചില TV പ്രോഗ്രാംസിലൂടെയും അത് ആളുകളുടെ അടുത്ത് എത്തിക്കുക, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കുക, അല്ലെങ്കിൽ വേറൊരു പിക്ചർ, ഇതിങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് ആളുകൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ ഒരു ഗ്രാമത്തിൽ 3 ടെററിസ്റ്റ് വന്നതായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഞങ്ങൾ ആ ടീമായിട്ട് ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങൾ കൂടെ ഒരു സ്നിഫർ ഡോഗും ഉണ്ടായിരുന്നു, ലാബായിരുന്നു, വെള്ള ലാബായിരുന്നു. അപ്പോൾ ആ ലാബിൻ്റെ ഹാൻഡിലറും ഞങ്ങളെല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ലോക്കൽസും ഈ സോഴ്സസും പിന്നെ JNK പോലീസും ഒക്കെ എത്തിക്കഴിഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോൾ അവരെല്ലാം അതെല്ലാം അവിടെ ചെന്ന് ആ റൂമിലെല്ലാം സെർച്ചൊക്കെ ചെയ്ത് പോയി. അപ്പോൾ അവിടുന്ന് ടെററിസ്റ്റുകൾ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വീട്ടിൽ നിന്ന് പുറത്തിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ വീട്ടിൻ്റെ തൊട്ട് വെളിയിൽ ഈ ഒരു ഇതുണ്ട്, കൃഷി ചെയ്യുന്ന പാടമുണ്ട്. ആ പാടത്തിൽ ചെറിയ നനവുണ്ട്, വലിയ നനവൊന്നുമില്ല, ചെറിയ നനവുണ്ട്. അപ്പോൾ ആരോ നമ്മുടെ അടുത്ത് പറഞ്ഞു, സാറേ ഇതാ ഈ ഫുട് മാർക്ക്, ആ ഒരു ഷൂസിൻ്റെ ഒരു മാർക്ക്, ഇത് ടെററിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഷുവർ ആണെന്ന് വെച്ചാൽ അതാണെന്ന് പറഞ്ഞു, ഇത് ഈ ഒരു ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡോഗിനെ കൊണ്ടത് ആ ഷൂവിൻ്റെ ഇത് മണപ്പിച്ചു. എന്നിട്ട് അപ്പോൾ ഡോഗ് തന്നെ മണം കിട്ടി, അത് ഡോഗ് നടക്കാൻ തുടങ്ങി. അപ്പം ആദ്യം കുറേ നടന്നു, ഗ്രാമത്തിലോട്ട് നടന്നു, പിന്നെ ഗ്രാമത്തിന് പുറത്തോട്ട് നടന്നു, പിന്നെ അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞപ്പം നേരെ കുറച്ച് ആ ഗ്രാമത്തിൻ്റെ മുകളിലൊരു മല പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മല മൊത്തവും ബേരനാണ്, അതായത് ഒന്നുമില്ല ഭാഗത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വെള്ളം വരുന്നതിൻ്റെ ഒരെണ്ണം, അത് വലിയൊരു കല്ല് മാത്രമാണ്, വലിയൊരു കല്ല് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ആക്ച്വലി തെറ്റായിട്ട്, ഇതേതോ ആട്ടുകുട്ടിയുടെ ഏതാണ്ട് മണം പിടിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ അത് എല്ലായിടത്തും പോകുന്നുണ്ട്. അങ്ങനെ ഇത് പോയി ആ വലിയൊരു ബോൾഡറിൻ്റെ അടുത്ത് എത്താൻ ചെന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുരയ്ക്കാൻ തുടങ്ങി. ഇത് കുരയ്ക്കാൻ തുടങ്ങിയതും ആ ബോൾഡറിൻ്റെ ബാക്കിൽ ഈ 3 ടെററിസ്റ്റ് എണീക്കുകയും അവരും ഫയർ ചെയ്യാൻ തുടങ്ങി, നമ്മളും നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പണിലായിരുന്നു. അതും അഗെയിൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അത് അവർ ഫയർ ചെയ്ത്, അല്ലെങ്കിൽ അവർ പേടി കൊണ്ടാവാം, നമ്മളിൽ ആർക്കും അത് കൊണ്ടില്ല ആ ബുള്ളറ്റ്സ്. പക്ഷേ നമ്മളെല്ലാം അപ്പോഴത്തേക്ക് ഗ്രൗണ്ട് പൊസിഷൻ എടുക്കുകയും കുറച്ചൊരു കവർ എടുക്കുകയും ചെയ്ത് ധാരാളം ഫയറൊക്കെ ചെയ്ത്, ബിക്കോസ് അവർക്ക് വേറെ ഒന്നും ഓടാൻ പറ്റത്തില്ലായിരുന്നു, അത് നമുക്ക് അറിയാമായിരുന്നു എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷനിൽ ആ 3 ടെററിസ്റ്റിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. ആൻഡ് അഗെയിൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കൊരു കാഷ്വാലിറ്റീസും ഉണ്ടായില്ല. എൻ്റെ ഏറ്റവും വലിയൊരു അവാർഡ് എന്ത് ചോദിച്ചാൽ പറഞ്ഞാൽ, ഒരു ഓപ്പറേഷനിലും എൻ്റെ കീഴിൽ ഒരു ജവാനും ജീവൻ പോയിട്ടില്ല. അത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവാണ്. അത് ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ചോദിച്ചിട്ട്, അത് രാജ്പുത് റെജിമെൻ്റിൻ്റെ ബജറംഗ് ബലി ആയാലും ശരി, നമ്മുടെ ഇവിടെ സ്വാമി അയ്യപ്പൻ ആയാലും ശരി, ബാക്കി ഏത് ദൈവമായാലും ശരി, ഏതൊക്കെ വിശ്വാസങ്ങളുണ്ടോ, അത് ഏതൊക്കെ ദൈവങ്ങളുണ്ടോ, ആ ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒരു ബുള്ളറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയുന്ന കാണത്തില്ല.